ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വിവാഹം നടക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ഭക്തയായ അനുമോൾക്ക് ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 18 തീയതി ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടന്നിരിക്കുകയാണ്. പ്രസ്തുത വരൻ കോയമ്പത്തൂരിൽ നിന്നുള്ള ഭുവനേഷാണ്. നമ്മുടെ ചാനലിൽ അനുമോളെ സ്നേഹിക്കുന്ന, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അനുമോളുടെ വിവാഹമായിരുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 18 തീയതി വിവാഹവും ഇനി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇന്നലെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രസ്തുത വരനെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. അനുമോൾ തന്നെ ഓൾറെഡി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം ഞാൻ പറയാം. കോയമ്പത്തൂരിൽ നിന്നുമാണ്. തമിഴനാണെന്നൊക്കെ ഒരുപാട് പേരില്ല, നല്ല പച്ച മലയാളം പറയും. മലയാളമൊക്കെ നല്ല രീതിയിലൊക്കെ പറയാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട് തമിഴനാണെന്നുള്ളത്. തമിഴൊന്നുമല്ല, ഒരു IT പ്രൊഫഷനാണ്. ഒരു പാവം പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഫാമിലിയാണ്, നല്ല ജോലിയാണ്, നല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാം കൂടിയും ചേർന്ന് നല്ലൊരു പയ്യനെയാണ് കിട്ടിയിരിക്കുന്നത്. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നും ഇവർക്ക് നല്ല നന്മകൾ ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് ഒന്നായി ഇവർക്ക് ഗുരുവായൂരപ്പൻ എന്നും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അനുമോളുടെ പ്രസ്തുത വരനായിട്ടുള്ള ഭുവനേഷനും ഒരുപാട് നന്മകൾ നേരുന്നു. വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചൊരു താലികെട്ടായിരുന്നു. അതീവ സുന്ദരിയായിട്ടുള്ള അനുമോളെ കണ്ടപ്പോൾ ഭുവനേഷിനെ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അനുമോളെ പോലെയുള്ളൊരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത്. ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന, എന്തൊരു കഷ്ടപ്പാടിലും എന്തൊരു ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ എന്ത് ഘട്ടത്തിലാണെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നതുണ്ടല്ലോ, വലിയൊരു ബ്ലെസ്സിങ് ആണ്. പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭുവനേഷിനെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അനുമോളെ പോലെയുള്ളൊരു പെൺകുട്ടി. ഒരുപാട് സന്തോഷം. അപ്പം ഇനി റിസപ്ഷൻ വരാൻ പോകുന്ന 21 തീയതി വെള്ളിയാഴ്ചയാണ്, വൈകുന്നേരം 4 മണിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. ഈ ഒരു വിവാഹമാണെങ്കിലും ഇതിൻ്റെ ബാക്കിലുള്ള പല കാര്യങ്ങൾക്കും അനുമോൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ക്യാമറമാൻ ഇത് നമ്മൾ കാണുമ്പോൾ വിവാഹം നടക്കുന്നു, അതിൻ്റെ ഇടയിൽ പിന്നിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിലൊറ്റയ്ക്ക് ആളിങ്ങനെ ഓടി, അത് സപ്പോർട്ടിനൊക്കെ ആൾക്കാരുണ്ടോ എങ്കിൽ പോലും ആളാണ് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നേതൃത്വം വഹിച്ച് എല്ലായിടത്തും നോക്കിയും കണ്ടും ഒക്കെ ഓടി നടന്ന ഒരു സെലിബ്രിറ്റി ആണ്. അല്ലെങ്കിൽ എല്ലാത്തിലും ഓടി നടന്ന് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. മംഗളായിട്ട് ആ വിവാഹം നടന്നു. ഇനിയുണ്ട് ദിവസങ്ങൾ. ഇനിയും 21 തീയതി വലിയൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും അനുമോള്. ഇന്ന് കല്യാണം കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ആർക്കും ഒരു റെസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനിയും ഉള്ള ദിവസങ്ങളിൽ 21 തീയതിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നമുക്ക് 21 തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് കാണാം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്.